കഴിഞ്ഞ ക്ലാസ്സിൽ ഓട്ടോമോർഫിസംസ് ഓഫ് ഫീൽഡ്സ് എന്നുള്ള സെക്ഷന് തുടങ്ങി. അതിൽ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അതിൽ നമ്മളൊരു കോൺജുഗേഷൻ ഐസോമോർഫിസം എന്ന് പറഞ്ഞൊരു തിയറും നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് ആ തിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ആ തിയറത്തിൻ്റെ 2 കൊറോളറീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊറോളറി നോക്കാം. ലെറ്റ് ആൽഫ ബി ആൾജിബ്രൈക് ഓവർ എ ഫീൽഡ് എഫ്. Every isomorphism psi mapping f of alpha onto a subfield of f closure such that psi of a equal to a for a belongs to f maps alpha onto a conjugate beta of alpha over f. അതായത് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്? ആൽഫ എന്ന് പറയുന്നത് ആൾജിബ്രൈക് ഓവർ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആൽഫനെ എഫ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഐസോമോർഫിസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ഐസോമോർഫിസത്തിൻ്റെ ഒരിത് എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എ എപ്പോഴും എന്താവണം? എ ആവണം. അത് അങ്ങനെയാണെങ്കിൽ അവിടെ ആൽഫനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? ആൽഫ മാപ്സ് ഓൺ ടു എ കോൺജുഗേറ്റ് ബീറ്റ ഓഫ് ആൽഫ ഓവർ എഫ്. ഓക്കെ, അപ്പോൾ ആൽഫനെ അവിടെ കേസിൽ ആൽഫൻ്റെ ഒരു കോൺജുഗേറ്റിലേക്കാണ് മാപ്പിംഗ് വരിക. ഓക്കെ, അപ്പോൾ സൈ ഓഫ് എ ഈക്വൽ ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു എഫ് ആവുന്ന ഐസോമോർഫിസംസ് ഒക്കെ ആൽഫനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? ആൽഫൻ്റെ ഒരു കോൺജുഗേറ്റിലേക്കാണ് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോൺവേഴ്സിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ഈച്ച് കോൺജുഗേറ്റ് ബീറ്റ ഓഫ് ആൽഫ ഓവർ എഫ് ദർ എക്സിറ്റ്സ് എക്സാക്ട്ലി വൺ ഐസോമോർഫിസം സൈ ആൽഫ ബീറ്റ ഓഫ് എഫ് ഓഫ് ആൽഫ ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ mapping alpha onto beta and mapping each a belongs to f onto itself. അതുപോലെ ഏതൊരു കോൺജുഗേറ്റ്, ഇപ്പോൾ ഒരു കോൺജുഗേറ്റ് ആൽഫൻ്റെ ഒരു കോൺജുഗേറ്റ് എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ പറ്റും. സൈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞൊരു ഐസോമോർഫിസം. എവിടെ നിന്ന് എങ്ങോട്ട്? എഫ് ഓഫ് ആൽഫയിൽ നിന്നും എഫ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് നമുക്കൊരു ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ പറ്റും. ആ ഐസോമോർഫിസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ആൽഫനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യും. ആൻഡ് എഫിലുള്ള എകളൊക്കെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? അതിലേക്ക്, അതായത് എ ബിലോങ്സ് ടു എഫ് മാപ്സ് ടു എ. ഓക്കെ, അപ്പോൾ എഫിലുള്ള എലമെൻറ്റ്സൊക്കെ അതിൻ്റെക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന മാപ്പിംഗ് ഉണ്ടാവും. അതാണ് ഈ കൊറോളറി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മളുടെ അസംഷൻ എന്താണ്? നമുക്കൊരു ഐസോമോർഫിസം ഉണ്ട് അല്ലേ? അപ്പോൾ ലെറ്റ് സൈ ബി ആൻ ഐസോമോർഫിസം of f of alpha onto a subfield of f closure. അപ്പോൾ എഫ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്കുള്ള ഒരു ഐസോമോർഫിസം, എഫ് ഓഫ് ആൽഫയിൽ നിന്നുള്ള ഒരു ഐസോമോർഫിസമാണ് സൈ സച്ച് ദാറ്റ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? സൈ ഓഫ് എ ഈക്വൽ ടു എ ആയിരിക്കും ഫോർ എവരി എ ബിലോങ്സ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ആൽഫ മാപ്സ് ടു എ കോൺജുഗേറ്റ് ഓഫ് ആൽഫ. ഓക്കെ, ഇനി നമുക്കറിയാം ആൽഫ ഈസ് ആൾജിബ്രൈക് ഓവർ എഫ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇറഡ്യൂസിബിൾ ആൽഫ എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി എ നോട്ട് പ്ലസ് A1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് AN എക്സ് റൈസ് ടു N ആണെന്ന് വിചാരിക്കാം. ഇറഡ്യൂസിബിൾ ആൽഫ എഫ് ഈ ഒരു പോളിനോമിയലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയൽ 0 ആയിരിക്കും. സോ വി ഹാവ് എ നോട്ട് പ്ലസ് A1 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് AN ആൽഫ റൈസ് ടു N ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നൗ സൈ ഓഫ് 0, സൈ എന്നൊരു ഐസോമോർഫിസ് ആണ്. അപ്പോൾ സൈ ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ തിയറത്തിൻ്റെ പ്രൂഫിൽ പറഞ്ഞതുപോലെ തന്നെ സൈ ഓഫ് 0 വി ഹാവ് 0. സോ 0 ഈക്വൽ ടു സൈ ഓഫ് 0 ഈക്വൽ ടു സൈ ഓഫ്, ഈ 0ക്ക് പകരം ഇത് കൊടുക്കുക, എ നോട്ട് A1 ആൽഫ എന്നുള്ളത് കൊടുത്താൽ എ നോട്ട് പ്ലസ് A1 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് AN ആൽഫ റൈസ് ടു N. അപ്പോൾ സൈ ഒരു ഐസോമോർഫിസ് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഇവിടെയൊക്കെ ഫീൽഡിലുള്ള ഐസോമോർഫിസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലൊക്കെ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഫൈ ഓഫ് എ നോട്ട് പ്ലസ് സൈ ഓഫ് A1 ഇൻറ്റു സൈ ഓഫ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് സൈ ഓഫ് AN ഇൻറ്റു psi of alpha raised to N. Now this is equal to
സൈ ഓഫ് എ നോട്ട് എന്തായിരിക്കും? കാരണം എ നോട്ട് A1 A2 എക്സെട്ര ANകളൊക്കെ എഫിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. കാരണം ഇറഡ്യൂസിബിൾ ആൽഫ എഫ് വരുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എഫിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു സൈ ഓഫ് എ ഈക്വൽ ടു എ ആണ് ഫോർ എവറി എ ബിലോങ്സ് ടു എഫ്. സോ വി ഹാവ് സൈ ഓഫ് എ നോട്ട് ഈക്വൽ ടു എ നോട്ട് പ്ലസ് ദെൻ സൈ ഓഫ് A1 ഈക്വൽ ടു A1 പ്ലസ് ഇനി സൈ ഓഫ് ആൽഫ. സൈ ഓഫ് ആൽഫ അങ്ങനെ തന്നെ അറിയാം, നമുക്കറിയില്ല ആൽഫൻ്റെ എങ്ങോട്ടാണ് ആൽഫൻ്റെ മാപ്പിംഗ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൈ ഓഫ് ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് AN ഇൻറ്റു, കാരണം സൈ ഒരു ഐസോമോർഫിസ് ആയതുകൊണ്ട് സൈ ഓഫ് ആൽഫ റൈസ് ടു N സൈ ഓഫ് ആൽഫ ഹോൾ റൈസ് ടു N എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? A നോട്ട് പ്ലസ് A1 സൈ ആൽഫ പ്ലസ് AN സൈ ആൽഫ റൈസ് ടു N ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? സൈ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സൈ ഓഫ് ആൽഫ ഈസ് എ സീറോ ഓഫ് ആരുടെ 0 ആണ്? ഇറഡ്യൂസിബിൾ ആൽഫ എഫിൻ്റെ 0 ആണ് അല്ലേ. അതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലുമാണ്, ഓവർ എഫിലുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്, അതിൻ്റെ ഒരു 0 ആണ് സൈ ഓഫ് ആൽഫ. സോ വി ക്യാൻ സേ ദാറ്റ് ആൽഫ ആൻഡ് സൈ ഓഫ് ആൽഫ ആർ കോൺജുഗേറ്റ്സ്. അതായത് നമുക്ക് എന്താ കിട്ടിയത്? ആൽഫൻ്റെ ഇമേജ് ആണല്ലോ സൈ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഈ സൈ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫനോട് കോൺജുഗേറ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ആൽഫ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ആൽഫൻ്റെ കോൺജുഗേറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീറ്റ ആയിട്ട് എന്തെടുക്കാം? ബീറ്റ ഈക്വൽ ടു സൈ ആൽഫ എന്നെടുക്കുക. ഈസ് എ കോൺജുഗേറ്റ് ഓഫ് ആൽഫ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതുപോലെ കോൺവേഴ്സ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് ബീറ്റ അല്ലെങ്കിൽ ഫോർ ഈച്ച് കോൺജുഗേറ്റ് ബീറ്റ ഓഫ് ആൽഫ ഓവർ എഫ്. നമ്മളൊരു ആൽഫൻ്റെ ഒരു കോൺജുഗേറ്റ് എലമെൻ്റ് എടുത്തു, ഓവർ എഫ് ആയിട്ടുള്ള ഒരു കോൺജുഗേറ്റ് എലമെൻ്റ് നമ്മൾ ബീറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം നമ്മൾ പറഞ്ഞല്ലോ. നമുക്കൊരു സൈ ആൽഫ ബീറ്റ നമുക്ക് കഴിഞ്ഞ തിയറത്തിൽ അതിൻ്റെ കൊറോളറിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാര്യമായിട്ട് ആ തിയറം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, തിയറം 48 കഴിഞ്ഞ തൊട്ട് ക്ലാസ്സിൽ പറഞ്ഞ തിയറം 48.3. അതിൽ നമ്മൾ പറഞ്ഞു ഈ സൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഇസാൻ ഐസോമോർഫിസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇസാൻ ഐസോമോർഫിസം. ഈ ഐസോമോർഫിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എഫിലെ എലമെൻസുകളൊക്കെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? ആ എലമെൻറ്റ്, അതായത് ഇഫ് എ ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ സൈ ആൽഫ ബീറ്റ ഓഫ് എ ഈക്വൽ ടു എ ആയിരിക്കും. അതുപോലെ തന്നെ സൈ ആൽഫ ബീറ്റ ഓഫ് ആൽഫ ഈക്വൽ ടു എന്തുമായിരിക്കും? ബീറ്റയും ആയിരിക്കും അല്ലേ, അതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ ഇപ്പോൾ ബീറ്റ ഒരു കോൺജുഗേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ പറ്റും സൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ ഓൾറെഡി അത് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. സൈ ആൽഫ ബീറ്റ ഒരു ഐസോമോർഫിസ് ആണ്, ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു ഐസോമോർഫിസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട്, അതായത് നമ്മളോട് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് എക്സാക്ട്ലി വൺ ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഐസോമോർഫിസം കിട്ടി. ഇനി ഈ ഒരു ഐസോമോർഫിസമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സൈ ആൽഫ ബീറ്റ കിട്ടും. അതുപോലെ അത് അങ്ങനെ ഒന്നേ ഉണ്ടാവുള്ളൂ, എക്സാക്ട്ലി വൺ ഐസോമോർഫിസേ ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേറൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിലും നമുക്കറിയാം എഫ് ആൽഫയിൽ നിന്നുള്ള ഒരു ഐസോമോർഫിസമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എഫ് ആൽഫയിലുള്ള ഐസോമോർഫിസം അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എഫിലുള്ള എലമെൻസിൻ്റെ വാല്യൂസും അതുപോലെ ആൽഫൻ്റെ വാല്യൂസാണ്. അതായത് എഫിലുള്ള എലമെൻസിൻ്റെ ഇമേജും അതുപോലെ ആൽഫൻ്റെ ഇമേജും മാത്രം അറിഞ്ഞാൽ മതി. കാരണം ബാക്കിയുള്ള എലമെൻസിൻ്റെ ഒക്കെ ഐസോമോർഫിസ് ആണ്. ഇനി എഫ് ആൽഫയിലുള്ള ഏതൊരു എലമെൻറ്റിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ ആൽഫ എഫ് സം എൻ ആണെങ്കിൽ എ നോട്ട് പ്ലസ് A1 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് AN-1 ആൽഫ റൈസ് ടു N-1 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ A നോട്ട് A1 എക്സെട്ര AN അതിൻ്റെ ഇമേജുകൾ അറിയാം, അതായത് എഫിലുള്ള എലമെൻസിൻ്റെ ഇമേജുകൾ അറിയാം.
ആൽഫൻ്റെ ഇമേജും അറിഞ്ഞാൽ മതി. കാരണം ആൽഫൻ്റെ ഇമേജ് അറിഞ്ഞാൽ ആൽഫ സ്ക്വയറിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈ ആൽഫ ഹോൾ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ ആൽഫൻ്റെ ഇമേജും എഫിലുള്ള എലമെൻസിൻ്റെ ഇമേജും മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എഫ് ഓഫ് ആൽഫയിൽ നിന്നുള്ള ഒരു ഐസോമോർഫിസം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സൈ ആൽഫ ബീറ്റൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എഫിലുള്ള എലമെൻസിനെ എയിലേക്ക് തന്നെ മാപ്പ് ചെയ്യും, ആൽഫനെ ബീറ്റയിലേക്ക് അതിൻ്റെ കോൺജുഗേറ്റിലേക്ക് മാപ്പ് ചെയ്യും. ഇനി വേറൊരു ഐസോമോർഫിസം ഇതുണ്ട് എന്ന് വിചാരിക്കും, ഇതേ പ്രോപ്പർട്ടി ഉള്ള വേറൊരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ അതും ഈ സൈ ആൽഫ ബീറ്റ സെയിം ആയിരിക്കും. കാരണം എന്താ? അതേ എഫിലുള്ള എലമെൻസിനെ എയിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, ആൽഫനെ ബീറ്റയിലേക്കും തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ള എലമെൻസിനെ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള എലമെൻസ് ഇതിൻ്റെ രണ്ടിൻ്റെയും വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എലമെൻസിനെ നമ്മൾ അതിൻ്റെ ഇമേജസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഐസോമോർഫിസം ഇതിൻ്റെ ഇമേജസ് ആണ് ഐസോമോർഫിസം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ഐസോമോർഫിസം ഈ പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അത് സൈ ആൽഫ ബീറ്റനോട് ഈക്വൽ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വേറൊരു ഏതൊരു എലമെൻറ്റ് എടുത്താലും അത് ഈ ഫോമിലാണ്. അപ്പോൾ അതിനെ എ നോട്ട് എയിലേക്ക് മാപ്പ് ചെയ്യും, A1നെ A1ലേക്ക് മാപ്പ് ചെയ്യും, ആൽഫനെ ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യും. ഐസോമോർഫിസം അല്ലേ? AN-1 ബീറ്റ റേസ് ടു N-1. അപ്പോൾ ഇതന്നെയാണ് എന്തും വരിക? സൈ ആൽഫ ബീറ്റയിലുള്ള ഇമേജും വരിക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? എഫിലുള്ള വാല്യൂസിൻ്റെ ഇമേജും അതുപോലെ തന്നെ ആൽഫൻ്റെ ഇമേജുമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും സെയിം ആണെങ്കിൽ ഐസോമോർഫിസം തന്നെ എന്തായിരിക്കും? രണ്ടും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരേ ഒരു ഐസോമോർഫിസേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ ഒരു കൊറോളറി പറയുന്നത്. ഇനി നമുക്ക് ഒരു കൊറോളറിയും കൂടി ഉണ്ട്, അത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊറോളറി വരുന്നത് ഇതാണ്. അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇതിൻ്റെ റിസൾട്ട്, ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതുമാണ്. അതായത് ആർ ഓഫ് എക്സിൽ ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഒരു 0 ആണ് A+bi എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ AB belongs to R, A+bi belongs to C, ദെൻ അതിൻ്റെ ഒരു 0 ആയിരിക്കും എന്ത്? ഈ A+biൻ്റെ കോൺജുഗേറ്റ് ആയ A-bi. അല്ലെങ്കിൽ നമുക്ക് സിംപിളി എന്ത് പറയാം? കോംപ്ലക്സ് സീറോസ് ഓഫ് പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. അതായത് റിയൽ കോഎഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽസിൻ്റെ കോംപ്ലക്സ് സീറോസ് പെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുക. അതായത് ഒരു കോൺജുഗേറ്റ് പെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുക. അതായത് ഒരു എലമെൻറ്റ് ഒരു റിയൽ പോളിനോമിയലിൻ്റെ 0 ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റും എന്ത് തന്നെയായിരിക്കും? അതിൻ്റെ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് ഈ ഒരു തിയറം വെച്ചിട്ട് എങ്ങനെ അതിൻ്റെ പ്രൂഫ് പറയാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു സാധനമാണ് ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഓഫ് ഐ ആണ് അല്ലേ? അതായത് ആറിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷനാണ് എന്ത്? സി എന്ന് പറയുന്നത്. ഇനി ഇറഡ്യൂസിബിൾ ഓഫ് ഐ ആർ നമുക്കറിയാം എന്താണ് വരുന്നത്? x²+1 ആണ് അല്ലേ? അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ x²+1 ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയില്ല. ആൽഫ ഈക്വൽ ടു ഐ കൊടുക്കുക. അപ്പോൾ α² ഈക്വൽ ടു -1, α² + 1 = 0, ദാറ്റ് ഈസ് x²+1 ആണ് ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. ഓക്കെ, ഇത് തന്നെയാണ് എന്തും വരിക? ഇറഡ്യൂസിബിൾ ഓഫ് -i/r ഇറഡ്യൂസിബിൾ പോളിനോമിയലും വരിക അല്ലേ? അതായത് ഐയും -iയും എന്താണ്? സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ സീറോസ് ആണ്. therefore they are conjugates. Okay, so I and -i are conjugate over r. Now നമ്മൾക്ക് കോൺജുഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ തൊട്ട് മുകളിലത്തെ തിയറം 48.3 കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം പ്രകാരം നമുക്കൊരു കോൺജുഗേഷൻ മാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സൈ i -i എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സിയിൽ നിന്ന് സിയിലേക്ക്, വേർ സൈ ഓഫ് i - i A+bi എന്തായിരിക്കും വരിക? കാരണം AB belongs to R ആണ്. അപ്പോൾ എനെയും ബിനെയും എനിക്കും ബിയിലേക്കും തന്നെയാണ് മാപ്പ് ചെയ്യുക. ഐനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? -iയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ സൈ ഓഫ് A+bi എന്തായിട്ട് വരും? A-bi എന്ന് വരും അല്ലേ? വേണമെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് സൈ ഓഫ് i - i A+biനെ നമുക്ക് സൈ ഓഫ് i - i A പ്ലസ് സൈ ഓഫ് i - i bi എന്ന് എഴുതാം. അവിടെ തന്നെ നമുക്കതിന് സൈ ഓഫ് i - i A പ്ലസ് സൈ ഓഫ് i - i B ഇൻറ്റു സൈ ഓഫ് i - i എന്ന് വരും. അപ്പോൾ ആറത്തെ എലമെൻസിനൊക്കെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. പ്ലസ് ബിനെ ബിയിലേക്ക് മാപ്പ് ചെയ്യും, ഐനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? -iയിലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് A -
ബി ഐയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ സൈ ഓഫ് ഐ മൈനസ് ഐ എ പ്ലസ് ബി ഐ എന്താ വരിക? എ മൈനസ് ബി ഐ. അതൊരു ഐസോമോർഫിസം ആണെന്ന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ആ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയുള്ളൊരു മാപ്പിംഗ് എന്താണ് അവിടെ? ഐസോമോർഫിസം ആണ്. നൗ അങ്ങനെയാണെങ്കിൽ ലെറ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ എടുക്കുകയാണ്. ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ് വേർ എ ഐ ബിലോങ്സ്, അതായത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ. അപ്പോൾ വേർ എ ഐ ബിലോങ്സ് ടു ആർ, ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഇഫ് എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0, അപ്പോൾ ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ എടുത്തു, അതിൻ്റെ ഒരു 0 ആണ് എ പ്ലസ് ബി ഐ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിട്ട് എഫ് ഓഫ് എ പ്ലസ് ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് എ പ്ലസ് ബി ഐ എന്ന് പറഞ്ഞാൽ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ബി ഐ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ പ്ലസ് ബി ഐ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഓഫ് എ മൈനസ് ബി ഐ ഇസ് ആൾസോ ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി സൈ ഒരു ഐസോമോർഫിസം ആണെന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 0നെ നമുക്ക് സൈ ഓഫ് 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈ ഓഫ്, സൈ എന്ന് പറഞ്ഞാൽ സൈ ഐ മൈനസ് ഐ എന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിലെടുത്ത ഐസോമോർഫിസം. അപ്പോൾ സൈ ഓഫ് എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ബി ഐ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ പ്ലസ് ബി ഐ ഹോൾ റൈസ് ടു എൻ എന്ന് കിട്ടും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിനി കൂടുതൽ സ്റ്റെപ്സുകൾ എഴുതാം. അല്ലാതെ ഒരു ഐസോമോർഫിസം ആയതുകൊണ്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? സൈ ഓഫ് എ നോട്ട് പ്ലസ് സൈ ഓഫ് എ വൺ ഇൻറ്റു സൈ ഓഫ് എ പ്ലസ് ബി ഐ എക്സെട്ര പ്ലസ് സൈ ഓഫ് എ എൻ ഇൻറ്റു എ പ്ലസ് ബി ഐ ഹോൾ റൈസ് ടു എൻ എഴുതാം. അപ്പോൾ എ നോട്ട് എ വൺ എക്സെട്ര എ എന്നിൻ്റെ ഇമേജ് എന്തായിരിക്കും? എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ എന്ന് തന്നെയായിരിക്കും. എ പ്ലസ് ബി ഐൻ്റെ ഇമേജ് എന്തായിരിക്കും? എ മൈനസ് ബി ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഞാൻ സൈ ഓഫ് ഐ മൈനസ് ഐ എന്ന് എഴുതുന്നില്ല, ജസ്റ്റ് സൈ എഴുതണുള്ളൂ. സൈ ഓഫ് എ നോട്ട് പ്ലസ് സൈ ഓഫ് എ വൺ ഇൻറ്റു സൈ ഓഫ് എ പ്ലസ് ബി ഐ പ്ലസ് എക്സെട്ര പ്ലസ് സൈ ഓഫ് എ എൻ ഇൻറ്റു, ആക്ച്വലി സൈ ഓഫ് എ പ്ലസ് ബി ഐ ഹോൾ റൈസ് ടു എന്നാണ് വരിക. അതിന് നമുക്ക് എ പ്ലസ് ബി ഐ ഹോൾ റൈസ് ടു എന്ന് എഴുതാം. ഓക്കെ, നോ പ്രോബ്ലം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ബി ഐ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ മൈനസ് ബി ഐ ഹോൾ റൈസ് ടു എൻ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ, വാട്ട് ഈസ് ദിസ്? എഫ് ഓഫ് എ മൈനസ് ബി ഐ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 0 ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ബി ഐ. ദാറ്റ് ഈസ് എഫ് ഓഫ് എ മൈനസ് ബി ഐ ഇസ് ആൾസോ ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് എക്സ് ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ്. ഇഫ് എഫ് ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 ദെൻ വി ഗെറ്റ് എഫ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0. അപ്പോൾ ആർ ഓഫ് എക്സിൽ ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീറോസ് കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് ഒക്കർ ചെയ്യുക. അപ്പോൾ ഒരു എലമെൻറ്റ്, ഒരു കോംപ്ലക്സ് നമ്പർ 0 ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ആ പോളിനോമിയലിൻ്റെ 0 ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്യൂ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു സിമ്പിൾ എക്സ്റ്റൻഷനാണ്. ഇവിടെ റൂട്ട് 2 അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താ വരിക? ഇറഡ്യൂസിബിൾ റൂട്ട് 2 ഓവർ ക്യൂ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ റൂട്ട് 2 ഓൾറെഡി ഒരു റൂട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? മൈനസ് റൂട്ട് 2 എന്ത് തന്നെയാണ്? ഇതിൻ്റെ റൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2 ആർ കോൺജുഗേറ്റ്സ് ഓവർ ക്യൂ. കാരണം സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് രണ്ടിൻ്റെ. കാരണം മൈനസ് റൂട്ട് 2ൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ത് തന്നെ വരിക? എക്സ് സ്ക്വയർ മൈനസ് 2 തന്നെയാണ് വരിക. അപ്പോൾ രണ്ടിനും സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2 ആർ കോൺജുഗേറ്റ്സ് ഓവർ ക്യൂ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ തിയറം, മെയിൻ തിയറം പ്രകാരം, കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 2ൽ നിന്ന് സൈ റൂട്ട് 2 മൈനസ് റൂട്ട് 2 അത് ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും? ക്യൂ ഓഫ് റൂട്ട് 2ൽ നിന്ന് ക്യൂ ഓഫ് മൈനസ് റൂട്ട് 2ലേക്കായിരിക്കും. പക്ഷേ ക്യൂ ഓഫ് റൂട്ട് 2 ക്യൂ ഓഫ് മൈനസ് റൂട്ട് 2 എന്ത് തന്നെ വരിക? ഒന്ന് തന്നെയാണ് വരിക അല്ലേ? കാരണം മൈനസിൻ്റെ, കാരണം ക്യൂ ഓഫ് റൂട്ട് 2ൽ എന്തുണ്ടാവും? മൈനസ് റൂട്ട് 2 ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യൂ ഓഫ് റൂട്ട് 2 ക്യൂ ഓഫ് മൈനസ് റൂട്ട് 2 ഒന്ന് തന്നെയാണ് വരിക. അപ്പോൾ ക്യൂ ഓഫ് റൂട്ട് 2ൽ നിന്ന് ക്യൂ ഓഫ് റൂട്ട് 2ലേക്ക് ആയിരിക്കും നമ്മുടെ മാപ്പ് ഉണ്ടാവുക. അതിൻ്റെ പ്രത്യേകത എന്താ? കാരണം ക്യൂ ഓഫ് റൂട്ട് 2ത്തെ ഏതൊരു എലമെൻറ്റിലും നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി റൂട്ട് 2 എന്ന് എഴുതാം അല്ലേ? കാരണം എന്താ? സൈ ഓഫ് റൂട്ട് 2 മൈനസ്, കാരണം
ഇതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്കറിയാം ഇതിൻ്റെ റൂട്ട് 2ൻ്റെ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഡിഗ്രി 2 അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് 1√2 എഴുതാം. അപ്പോൾ ബാക്കിയുള്ള എലമെൻസിനൊക്കെ എങ്ങനെ എഴുതാം? A0 പ്ലസ് അല്ലെങ്കിൽ A+B√2 എന്നുള്ള ഫോമിൽ എഴുതാം. വേറെ A, B ബിലോങ്സ് ടു എവിടെ ഇരിക്കും? ക്യൂവിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് സൈ ഒരു ഐസോമോർഫിസമാണ്. സൈൻ്റെ മാപ്പിംഗ് എങ്ങനെ വരിക? എനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? ക്യൂത്തെ എലമെൻറ്റ്സിലൊക്കെ ക്യൂവിലേക്ക് തന്നെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. അപ്പോൾ എനെ എക്ക് മാപ്പ് ചെയ്യും, ബീനെ ബിക്ക് മാപ്പ് ചെയ്യും, √2നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? -√2ലേക്കും മാപ്പിംഗ് വരും. അപ്പോൾ സൈ ഓഫ് √2 -√2ൻ്റെ മാപ്പ് ഓഫ് A+B√2 എന്തായിരിക്കും? A-B√2. അതിൻ്റെ കോൺജുഗേറ്റിലേക്കാണ് ആ മാപ്പിംഗ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു ഐസോമോർഫിസമാണ്. നമ്മൾ കഴിഞ്ഞ തിയറം പ്രകാരം നമുക്ക് എന്താ പറയുക? ഇതൊരു ഐസോമോർഫിസമാണ്. അതിൻ്റെ മാപ്പിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോൺജുഗേറ്റ് ഐസോമോർഫിസം തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ 2 കൊറോളറീസും കഴിഞ്ഞു. അങ്ങനെ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓട്ടോമോർഫിസംസ് ആൻഡ് ഫിക്സഡ് ഫീൽഡ്സ് എന്നുള്ള കേസാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.